എല്ലാവർക്കും നമസ്തേ. ഞാൻ നിങ്ങളുടെ സ്വന്തം സിദ്ധു സതീശൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പച്ചക്കുരുമുളക് കൊണ്ട് മത്തി പൊള്ളിച്ചതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മത്തി പൊള്ളിച്ചതാണ്, അതും പച്ചക്കുരുമുളകിൽ പൊള്ളിച്ചെടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 3 അല്ലി പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ എടുത്തു കൊണ്ടുവച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് നമുക്കിത് മിക്സിയിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കും. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് അരച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഇതിനകത്ത് വേണമെങ്കിൽ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഒക്കെ ആഡ് ചെയ്യും. ഞാൻ അതൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മത്തി പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഇതിൻ്റെ പച്ചക്കുരുമുളക് ഇട്ടിട്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. കഴുകി ചെയ്യും, ഇപ്പം ജസ്റ്റ് കഴുകി ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം അരഞ്ഞു വന്നിട്ടെന്ന് തോന്നുന്നു. നോക്കാം, ഇതാ കണ്ട, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് സാധാരണ രീതിയിൽ പൊടിക്കുന്ന ജാറാണ്. ഞാനിത് എന്താ പറയുക, ഇത് അരക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അരച്ചെടുത്ത ഈ മസാല നമുക്ക് ഈ ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. മൺചട്ടി ഉണ്ട്, എന്നാലും ഞാൻ ഇപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി ഈ ചരുവം എടുത്തുന്നേ ഉള്ളൂ, അലുമിനിയത്തിൻ്റെ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, മത്തിയൊക്കെ ഇട്ട് നന്നായിട്ട് മസാല മത്തിയിൽ പിടിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, പച്ചക്കുരുമുളക് മത്തി പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 kg, അതായത് 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മത്തിയാണ്. വലിയ മത്തിയാകുമ്പം അത്ര വലിയൊരു ഒരു കോമ്പിനേഷൻ ആവില്ല. ഇത് കുറച്ചൊരു മീഡിയം സൈസ് മത്തിയാകുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തിന്നാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്താ പറയുക, അതിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ മാത്രമല്ലേ മീനിന് ഉപ്പ് കൊടുക്കും അല്ലേ. അപ്പോൾ ഞാൻ കണക്കായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊതുവേ ഉപ്പ് അല്പം കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്ന ആളാണ്. ഏട്ടനാണെങ്കിൽ കുറച്ച് അധികം ഉപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അതുകൊണ്ട് ചോറ് ആയാലും ഒരു സൈഡിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ബാക്കിയില്ലേ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. ഓക്കെ, അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മത്തിയിൽ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് അടുപ്പിൽ തീ പൂട്ടി അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, അങ്ങനെ മത്തി പൊള്ളിക്കാൻ വെച്ചത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ പിടിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു തവി എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം എനിക്ക് കിട്ടുന്നത് പച്ചക്കുരുമുളകിൻ്റെ രുചിയാണ്. വെന്ത് വരുമ്പോൾ ശരിയാകുമായിരിക്കും അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ആദ്യമായിട്ടാണ് കഴിക്കൊണ്ട് പോകുന്നത്. മത്തി പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ തീയിൽ ആണ് ഇത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം അടുപ്പിലാണ്, സാധാരണ വിറകടുപ്പിലാണ് വെക്കുന്നതിൽ കനലിലാണ് ഇത് വേവിക്കേണ്ടത്. ഓക്കെ, ഗ്യാസ് ആയതുകൊണ്ട് കനലുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളിത് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വേവിക്കുക. മീൻ ഇങ്ങനെ പൊള്ളിക്കണം എന്നുള്ളത് ഏട്ടന നിർബന്ധമാണ്, പച്ചക്കുരുമുളക് ഇട്ടിട്ട് മത്തി പൊള്ളിക്കണം എന്നുള്ളത്. അപ്പോൾ
ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ സഹായിക്കുന്നത്. ഇപ്പം എന്താ പറയുക, ഈ മസാലയൊക്കെ ഒന്ന് ചുറ്റിച്ച് വെക്കാൻ വേണ്ടി ഏട്ടൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ടേസ്റ്റും നോക്കുന്നുണ്ട്. അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ തന്നെയാണ്, കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ മത്തി പൊള്ളിക്കൊണ്ട് വെച്ചത് ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇത് അടച്ചിട്ട് എന്താ പറയുക, ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ ചെറിയ തീയിൽ വേവിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ ഒരു പിന്നെ അതിൻ്റെ ചാറില്ലേ, ജ്യൂസ്, അതൊന്നും കൂടി വറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കിട്ടില്ലൻ മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ചുറ്റിച്ച് കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ പച്ചക്കുരുമുളകിട്ട് മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം. നല്ല കുത്തരിച്ചോറും പച്ചക്കുരുമുളകിട്ടിട്ട് മത്തി പൊള്ളിച്ചത്. ഓക്കെ, അതിൻ്റെ കൂടെ പച്ചപ്പയർ തോരൻ, ഒഴിച്ച് കഴിക്കാനായിട്ടുള്ള കറി, കുമ്പളം പുളിശ്ശേരി. പുളിശ്ശേരി നമ്മളെ ഫേവറേറ്റ് സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് വെച്ച് പെരുമാറാം. അടിപൊളിയായിട്ട് കഴിച്ചിട്ട് വരാം. ഓക്കെ.